ഹലോ, എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് റെഡി ആയി നിൽക്കുന്നത് ഒരു 2 ഡേ ട്രിപ്പിന് വേണ്ടിയിട്ടാണ്. ട്രിപ്പ് വേറെ എങ്ങോട്ടുമല്ല, ഞങ്ങളുടെ അടുത്തുള്ള ഒമേ യുനെസ്കലിനെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1 നൈറ്റ് ഒമേ സ്റ്റേ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ യുനെസ്കലിനും കൂടെ വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരാനാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നോർത്തേൺ അയർലൻഡിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായ ഒമയിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ലിമവാഡിയിലുള്ള ക്ലേഗൻ സ്ട്രോബെറി ഫ്രൂട്ട് ഫാമിൽ കയറാമെന്ന് വിചാരിച്ചാണ് യാത്ര തുടങ്ങിയത്. പക്ഷെ അവിടെ എത്തിയപ്പോൾ അന്ന് ഫാമിൽ എൻട്രി ഇല്ല എന്ന് അവർ പറയുന്നു. പിന്നെ വേറൊന്നും നോക്കിയില്ല, നേരെ വെച്ച് പിടിച്ചു ബെനോൺ ബീച്ചിലേക്ക്. നോർത്തേൺ അയർലൻഡിലെ തന്നെ ഏറ്റവും മനോഹരമായ ബീച്ചുകളിൽ ഒന്നാണിത്. ഏകദേശം 11 കിലോമീറ്ററോളമാണ് ഈ ബീച്ചിൻ്റെ ആകെ നീളം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ ഈ ബീച്ചിൻ്റെ വലിപ്പം. പിന്നെ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷനുള്ള ഒരു ബീച്ചാണിത്. അതായത് ഇവിടെ കുളിക്കുന്നതിനും സർഫിങ്ങിനും മറ്റും 100% സുരക്ഷിതമാണ് എന്ന് നൽകുന്ന സർട്ടിഫിക്കറ്റ്. അതെ, ഈ കുഴി ഉണ്ടാക്കുന്ന കുട്ടികളൊന്ന് നോക്കി വെച്ചോ കേട്ടോ. ബീച്ചിൽ വന്ന ഏതോ ഒരു പെരുന്തച്ഛൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കോട്ടയാണിത്. ശരിക്കും അടിപൊളിയല്ലേ? കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴാണ് ഒരു 60 വയസ്സിന് മുകളിൽ പ്രായം തോന്നിപ്പിക്കുന്ന ഒരു ലേഡി സർഫിംഗ് ചെയ്യാൻ ശ്രമിക്കുന്നത് കണ്ടത്. ഈ പ്രായത്തിൽ എല്ലാവരും ഇതാ. ആഗ്രഹമുള്ളിലുണ്ടെങ്കിൽ പ്രായം ഒരു പരിമിതിയായി കണക്കാക്കണ്ട എന്നുള്ളത് ഈ നാട്ടുകാർ ഒരു പോളിസി ആയിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ കടലിനെ കുറിച്ച് പറഞ്ഞല്ലോ, ഇത് അറ്റ്ലാന്റിക് ഓഷ്യൻ ആണ്. ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പിന്റെ പ്ലാനിങ്ങിൽ ബീച്ചില്ലായിരുന്നത് കൊണ്ട് തന്നെ ബീച്ചിൽ ഇറങ്ങാൻ ഞാനും സുധീറിനും ഒട്ടും പ്രിപ്പയർ ആയിരുന്നില്ല. എന്നിരുന്നാലും ഞങ്ങളൊന്ന് കാല് നനയ്ക്കാൻ തീരുമാനിച്ചു. എന്തായാലും ഇവിടെ ഇറങ്ങാനായിട്ട് വേറൊരു ദിവസം വരണം. പ്രിയമുള്ള ശരീര സൗന്ദര്യ ആരാധകരെ, ഇത് ആരംഭിക്കുന്നു മ്യൂസിക് വിത്ത് ബോഡി മസിൽസ്. ഒരു തോർത്ത് പോലും കയ്യിലില്ലാത്തതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങി ഒരു സെൽഫിയും എടുത്ത് ഞങ്ങൾ ആ പ്ലാൻ മതിയാക്കി തിരിച്ചു കയറി. ബെനോൺ ബീച്ചിലുടനീളം ഈ ലൈഫ് ഗാർഡ് സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ദേ ഇതുപോലുള്ള കുരുപ്പുകളെ അവരുടെ പേരൻസ് ഈ ബീച്ചിൽ കളിക്കാൻ വിടാനുള്ള കാരണവും. മനുഷ്യർ മാത്രമല്ല, പെറ്റ്സും ഈ ബീച്ച് എത്ര മനോഹരമായിട്ടാണ് എൻജോയ് ചെയ്യുന്നത്. കൊച്ചുകുട്ടികളെ സർഫിംഗ് പ്രാക്ടീസ് കണ്ടു നിൽക്കാൻ തന്നെ പ്രത്യേക രസമാണ്. ഇതല്ലേ നമ്മൾ നേരത്തെ കണ്ട മറ്റേ ലേഡി? ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. സുധേട്ടൻ ക്യാമറ ആയിട്ട് വരുന്ന കണ്ടിട്ടാണോ എന്ന് അറിയില്ല. ഇതേ ഒരു സായിപ്പ് മദാമയും പോണ് വെള്ളം. അങ്ങാട്ടി വന്നാലേ അവന്റെ വായിച്ചെന്ന് വിടും. തിരിച്ചു നീന്തിയാ വല്ല സഹാറ പോയി രക്ഷപ്പെടാ. നേരത്തെ നമ്മൾ കണ്ട കുട്ടികൾ കുഴിച്ചൊരു വലിയ കുളം തന്നെ ഉണ്ടാക്കി ഈ സമയം കൊണ്ട്. എന്നാണല്ലേ, സമയം വൈകിപ്പിക്കാതെ തിരിച്ചു പോകാൻ ഞങ്ങൾ റെഡിയായി. ഒരു ഐസ്ക്രീം വാങ്ങി കഴിക്കണമെന്നുണ്ടായിരുന്നു. ഐസ്ക്രീം കടയ്ക്ക് മുന്നിലുള്ള ക്യൂ ആണ് ഈ കാണുന്നത്. അതുകൊണ്ട് ആ പ്ലാൻ വേണ്ട എന്ന് വെച്ചു. ഇവരിവിടെ ഒരു ചെറിയ ടെന്റ് തട്ടിക്കൂട്ടാനുള്ള ശ്രമത്തിലാണ്. ഇവർക്ക് 2 ചെറിയ കുട്ടികളും ഉണ്ട് കേട്ടോ. അവരിവിടെ പുറകിൽ നല്ല തിരക്കിലാണ്. അങ്ങനെ ഈ പിള്ളേരുടെ സാൻഡ് ബാത്തും കണ്ട് ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോന്നു. ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം പാഴ്സൽ എടുത്തതുകൊണ്ട് വണ്ടിയിലിരുന്നായിരുന്നു ലഞ്ച്. അങ്ങനെ ഊണും കഴിഞ്ഞ് നേരെ ഒമയിലേക്ക് വെച്ചു പിടിപ്പിച്ചു. വൈകുന്നേരം 3:30യോടുകൂടി ഞങ്ങൾ ഒമയിലുള്ള കോട്ടിൻ ഷെപ്പേർഡ്സ് ഹട്ടിലെത്തി. ഇവിടെയാണ് ഞങ്ങളുടെ നൈറ്റ് സ്റ്റേ. ഒറ്റ നോട്ടത്തിൽ തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ഹട്ട് വളരെ ഇഷ്ടപ്പെട്ടു. 2 പേർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ നേച്ചർ ഫ്രണ്ട്ലി ആൻഡ് കോസി ആയിട്ടുള്ള അടിപൊളി അക്കോമഡേഷൻ. ഒരു ഫ്രീ ബാർബിക്യൂ ഫെസിലിറ്റിയും ഇവിടെ ഇവർ ഒരുക്കി തരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഹട്ടിൻ്റെ ബാക്ക് വ്യൂ. ഇതിൻ്റെ പുറകിൽ ഒരു വലിയ കാറ്റിൽ ഫാമും കൂടെ ഉണ്ട് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. നമ്മുടെ ഹട്ടിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്.
സുധിയേട്ടനെ സന്തോഷിപ്പിക്കാൻ കോംപ്ലിമെന്ററി ആയിട്ടൊരു വൈനും അവർ വെച്ചിട്ടുണ്ടായിരുന്നു. റൂമിലുള്ള മിനി ഫ്രിഡ്ജിൽ വെൽക്കം ഡ്രിങ്കിനൊപ്പം മിൽക്കും ബട്ടറും വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ പുറത്ത് ആവശ്യത്തിനുള്ള പ്ലേറ്റ്സും ഗ്ലാസും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതും നമുക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ. എന്തായാലും യാത്ര ചെയ്ത ക്ഷീണം മാറ്റാൻ ഞങ്ങൾ ഒരു അടിപൊളി കാപ്പി ഉണ്ടാക്കി കുടിച്ചു. ഇനി വേണം ബാർബിക്യൂവിന് വേണ്ടി ചിക്കനും സോസേജും വെജിറ്റബിൾസും ഒക്കെ വാങ്ങാൻ പോകാൻ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പറയാൻ മറന്നു, ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ അല്ലേ?